വണ്ണസ് മൂൺലൈറ്റ് മെയിൻ കോമ്പറ്റീഷൻ. അതൊരു സുവർണ്ണ കാലഘട്ടം. ഇരട്ടച്ചങ്കനൊക്കെ കളിച്ച കളി വേറൊരു വണ്ടിയും കളിച്ചിട്ടില്ല. മോനാളി പഠിക്കുന്ന കാലത്ത്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലത്ത് ടൂറ് പോയി ഇതിനകത്ത് ഒരു കമ്പം തോന്നിയതാണ്. അത് ഹൈദരാബാദ്, ഗോവ, ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആരാധന. അവിടുത്തെ ആൾക്കാർ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നെടുമൺകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരീസിലെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ടാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് പവറുള്ള വണ്ടികളിൽ ഒന്നായിട്ടുള്ള മൂൺലൈറ്റ് ട്രാവൽസിൻ്റെ താവളത്തിലാണ്. കണ്ടില്ലേ, മൂൺലൈറ്റിൻ്റെ വണ്ടികളാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് വേറെ വണ്ടിയുണ്ട്. പിന്നെ ഇതൊക്കെ ഇത് മൂൺലൈറ്റിൻ്റെ പമ്പാണ് കേട്ടോ. ഇത് പമ്പാണ്. ഇത് അവരുടെ ഷെഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അല്ലേടാ കൂട്ടാ? അതെ. ദി ഇമ്മോർട്ടൽസ് എന്നറിയപ്പെടുന്ന രണ്ട് കൊമ്പന്മാരിൽ ഒന്നായ ഈ സെഡ് വാമ്പയർ അല്ലെങ്കിൽ റേഞ്ചർ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇവനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവനുള്ള റിവ്യൂയിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ക്രൂ ഉണ്ട് ഇവിടെ. ഒരു പരിചയപ്പെടാം. നമ്മൾ പാക്കേജറാണ് മൂൺലൈറ്റിന്റെ മെയിൻ ഒഫീഷ്യൽ പാക്കേജസിൽ ഒരാളാണ്. 3 വിങ് ഉണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞു. 3 പറയുമ്പോഴത്തേക്ക് കൊല്ലം ജില്ലയിലെ 3 റീജിയൻ ആയിട്ട് കൊല്ലം, പുനലൂർ, അടൂർ, കൊട്ടാരക്കര ആ ഒരു റേഞ്ചായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കൊല്ലം ഏരിയയാണ് ഞാൻ കവർ ചെയ്യുന്ന എൻ്റെ നാവിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞ പാക്കേജ്. അത് കണക്ക് പുനലൂർ വരുന്നത് ബീറ്റ്സ്, അത് അഫ്സൽ. അത് കഴിഞ്ഞ് പിന്നെ കൊട്ടാരക്കര ആ ഏരിയയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അനുരാഗ്, ഇമ്പൾസ് എന്ന് പറഞ്ഞത്. 3 ഏരിയയിലായിട്ട് പാക്കേജ്. അടുത്തതായിട്ട് നമ്മളെ കിളി അല്ലെങ്കിൽ രണ്ടാം പാപ്പ എന്നറിയപ്പെടുന്ന പേര് ഉണ്ണിയേട്ടൻ. നമ്മളതിന്റെ കിളി ഓളിനോടൊക്കെയാണ് റേഞ്ചറിന്റെ അല്ലേ? അതെ. അടുത്തായിട്ട് പൊതുവെ നമ്മളെ വീഡിയോയില് സാരഥീനെ അങ്ങനെ കിട്ടലില്ല. വേറെ കാര്യമുണ്ട്, 2 ഉണ്ണികളാണ്. ഇപ്പൊ അടുത്ത ആള് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ അവസരം നമ്മളിവിടെ എത്തിയത് പുള്ളി വഴിയാണ് അല്ലേ? വേറെ പേരെന്ന് പറഞ്ഞത് വിഷ്ണു. ഇവിടെ ഒളിനോളാണ്. പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല ഇവിടെ. എല്ലാത്തിനും എന്ത് ചെയ്യും കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് പേരുണ്ട്, കുറച്ചപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. നമസ്കാരം. എന്റെ പേര് കിഷോർ കമൽ എന്നാണ്. നമ്മളെ നാവിഗേറ്ററിന്റെ പാക്കേജറാണ്. പ്രൊമോട്ടേഴ്സ് ആണ്. മാത്രമല്ല എല്ലാമാണ് ഇവിടുത്തെ എല്ലാവരും ഇവിടുത്തെ എല്ലാം ആണ്. എന്റെ പേര് കുഞ്ഞുമോൻ. പേരിൽ മാത്രമേ കുഞ്ഞുമോനാണ്. പിന്നെ ഇത് നമ്മുടെ നഫീസിക്ക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്മോർട്ടൽസ് എന്താണ്? നമ്മൾ 2 വണ്ടി ഇമ്മോർട്ടൽസ് തന്നെയാണ്. വൈൽഡ് ബോയ്, റേഞ്ചർ, 2 ഒരുമിച്ച് ഇറങ്ങിയാണല്ലോ അല്ലേ? നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്ന വണ്ടിയൊക്കെ ഒരു എഡിഷനെയും കൊടുക്കും. പിന്നെ അതിനൊരു എഡിഷനെയും കൊടുക്കും. സെഡ് വാമ്പയർക്ക് ഞാൻ വരാം. ഈ മൂൺലൈറ്റിനെ കുറിച്ച് തുടക്കത്തിൽ അതായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഈ ഒരു ഫോൺ തന്നെ മൂൺലൈറ്റിന്റെ പ്രത്യേകത തന്നെയാണ്. വേറെ ഒരു എവിടെ നിന്ന് നോക്കിയാലും സെർച്ച് ചെയ്യുന്ന ഒരു ഫോൺ തന്നെ ഇത്. ഈ മൂൺലൈറ്റ് എന്ന പേര് എങ്ങനെയാ വന്നത്? ഫിറോസ് ഖാന്റെ കൺസെപ്റ്റ് തന്നെ ഐഡിയ. നമുക്ക് ഫിറോസ് ഖാനോട് ചോദിക്കാം, പുള്ളിനെ കിട്ടും ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. പിന്നെ സെഡ് വാമ്പയർ നമുക്ക് 2 ഈ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എഡിഷനെയും നോക്കണമായിരുന്നു. 2 വണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 2 വണ്ടി കൂടി മാച്ച് ചെയ്തു. വാമ്പയർ ഈ സെഡ് വാമ്പയർ ശരിക്കും എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിണ്ടാവില്ല. അത് ഈ റേഞ്ചർ അറിയപ്പെടുന്ന പേരിലേക്കാ, അങ്ങനെയല്ലേ? സബ് നെയിം അല്ലേ? അത് അവിടെ അത്യാവശ്യം വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെഡ് വാമ്പയർ എന്നുള്ളത്. അതിലെന്ത് പേരിട്ടൊരു കാര്യമൊന്നുമില്ല, ചെല്ലപ്പേര് ഓൾറെഡി വരും. ഇപ്പൊ തന്നെ ഓല ഇട്ടേച്ചു. നമുക്ക് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ പ്രകാശ് എന്ന് ചെയ്തിറക്കിയിട്ടുള്ള സെഡോൺ ബോഡിയിലാണ് വണ്ടി വരുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ കാണാം നമുക്ക് റെഡ് ബ്ലാക്ക് കോംബോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വെച്ചാൽ ഇതാ മുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ട് മേലെ വണ്ടിയുടെ ഒരു പേര് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ടോപ്പ് ലൈറ്റ്, ഒരു വേറെ ടൈപ്പ് ടോപ്പ് ലൈറ്റാണ്, വെറൈറ്റിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സെഡ് വാമ്പയർ എന്നുള്ള ഒരു വിളിപ്പേരും കാര്യങ്ങളും ഉണ്ട്. റേഞ്ചർ എന്നിവിടെ മനോഹരമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്മോർട്ടൽസ് ഈ വണ്ടിയും, അതായത് റേഞ്ചറും
നമ്മുടെ ആ ഒരു വണ്ടി മൂൺലൈറ്റിൻ്റെ വൈൽഡ് ബോയ് അല്ലേ, വൈൽഡ് ബോയും കൂടി ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് ദ ഇമ്മോർട്ടൽസ് എന്ന്. ശരിക്കും ഈ ടോപ്പ് ലൈറ്റിനും ചെറിയ പ്രത്യേകതകളുണ്ട്. എന്താ ഇപ്പം സാധാ കണ്ടുവരുന്ന ടോപ്പ് ലൈറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ബൾബ് എന്ന ടൈപ്പാണ് വരുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ഫുൾ LED കവറിങ് വരുന്നത്. അതുപോലെ ഇത് നമുക്ക് മറക്കി വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയാണ്. നമുക്കിപ്പം ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മടക്കി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നല്ല വെട്ടം, മറ്റേനേക്കാൾ നല്ല അടിപൊളി ലൈറ്റ് നൈറ്റ് അടിപൊളിയായിരിക്കും അല്ലേ. ഓക്കെ, ഇതാണ് സോ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളും വരുന്നത്. പിന്നെ നോക്കിയാൽ വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമൊക്കെ ഇത് ഇവിടെയൊക്കെ ന്യൂൺ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് ചേട്ടാ, ന്യൂൺ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റ്, ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്കും കാര്യങ്ങളും നോക്കാം. ആ ഒരു ഫ്രണ്ട് വ്യൂവിൻ്റെ ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു റെഡ് ബ്ലാക്ക് കോമ്പോയിലാണ് നമ്മുടെ ഈ ഒരു സൈഡും സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ മൂൺലൈറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈസൽക്കാ, ഈ ഒരു ഡിസൈന് ഇത് ആരാണ് ചെയ്തിട്ടുള്ളത്? ഇതിപ്പോൾ ഒരു 3D കൺസെപ്റ്റ് ആണ്. 3D കൺസെപ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഈ ഫിഗർ ഒന്നും പാടില്ല എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ 3D പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ടൈമില് എന്ന് വെച്ചാൽ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ചേഞ്ച് വന്നത് നമ്മൾ ഈ ഒരു 3D ഫിഗർ ഫസ്റ്റ് വെച്ചാൽ ഇതൊരു റൊസാരിയോ എന്ന് പറഞ്ഞ റൊസാരിയോ. അപ്പൊ ആ ഒരു ക്രൂവിനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യിപ്പിച്ചത്. അവരുടെ ഒരു വണ്ടി സ്പൈഡർ അടിച്ച ഒരു വണ്ടിക്കകത്ത് ഈ ഒരു ഏകദേശം ഇതാണ്. അപ്പൊ അവരാ ഫസ്റ്റ് ഏറ്റവും ആദ്യം ഇറങ്ങിയ വണ്ടികളൊന്നും ഇത് തന്നെയാണ് അല്ലേ? എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇറങ്ങിയത് എന്ന് വെച്ചാൽ റൊസാരിയോ ഇറങ്ങി കുറച്ച് ആ ഒരു ടൈം പീരീഡ് തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങിയത്. അപ്പൊ അവരുടെ ഒരു ഡിസൈനറെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചത്. പിന്നെ ഈ വണ്ടി വരപ്പിച്ചതെന്ന് പറയുമ്പോഴത്തെ നമ്മള് ബദ്രി ചേട്ടനെ കൊണ്ടാണ്. ബദ്രി പിന്നെ അനന്തൻ എന്ന് പറഞ്ഞ നമ്മുടെ പയ്യാണ്, അനന്തകൃഷ്ണൻ. ഇവർ രണ്ടുകൂടെ ചേർന്ന് നിന്ന ഈ ഇമ്മോർട്ടൽസ് എന്നുള്ള 2 വണ്ടി കണ്ണപ്പേന്ന് വരച്ചിറക്കുന്നത്. ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ സിനിച്ചേട്ടനെ കൊണ്ട് തന്നെ, ബാക്കി മുന്നേ ഉള്ള എല്ലാ വണ്ടികളും സിനിച്ചേട്ടനായിരുന്നു. ഓക്കെ, ഈ ഒരു ഡിസൈൻ നമുക്ക് നോക്കി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീൽ കപ്പൊക്കെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രകാശന് വരുമ്പോഴുള്ള വീൽ കപ്പാണല്ലോ അല്ലേ. സോ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലൊരു സൈഡ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ബാക്ക് ലുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ മൂൺലൈറ്റിൻ്റെ മോജോ ബോയ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റേഞ്ചറിൻ്റെ ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നല്ല റെഡ് ബ്ലാക്ക് കോംബോ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, റിഫ്ലക്ഷൻ അടിച്ചിട്ട് എന്നെ തന്നെ കാണുന്നുണ്ട് അതിൽ. ഓക്കെ, ഇതാണ് ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സൈഡ് പോട്ടെ ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് കണ്ട പോലെ തന്നെ ഉള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സോ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. എങ്ങനെയുണ്ടോ കുട്ടാ വണ്ടി? കിഡിലോസ്കി അടിപൊളി, കിഡിലോസ്കി. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലത്തെ കാഴ്ചകൾ ഡീറ്റെയിൽ ആയിട്ട്. വേറൊരു കാര്യം, ഞങ്ങൾ പുതിയ ടീഷർട്ടൊക്കെ ഇറക്കി ഉണ്ടാവും, ടൈഗേഴ്സ്. കഴിഞ്ഞ വീഡിയോയിലുണ്ടാവും, പക്ഷെ അതിൽ വിട്ടുപോയി പറയാൻ വിട്ടുപോയില്ലേ. അപ്പോൾ ഫൈസൽക്കാ നമുക്ക് ഉള്ളിലേക്ക് കയറാലോ. വലത് കാലം വെച്ച്. സോ ഇതാണ് നമ്മുടെ മൂൺലൈറ്റിൻ്റെ റേഞ്ചറിൻ്റെ ഒരു ക്യാബിൻ എന്ന് പറയുന്നത്. നമ്മളെ നഫീസ്ക അതാ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് നല്ല സെറ്റ് ആയിരിക്കുന്നുണ്ട്. നഫീസ്ക ഷെയറല്ലേ? അല്ല, എനിക്ക് ഫസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ട ഇതിന്റെ ഭംഗിയൊന്നല്ല ആ സ്റ്റിയറിംഗ് നോക്കിയാണ്. ഇത് എയ്ച്ചറിന്റെ വണ്ടിയാണ്. നമ്മുടെ വീഡിയോയില് ഒരു എയ്ച്ചർ വണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആദ്യമായിട്ടാണ് അല്ല നിങ്ങളെ? ഏഷ്യറിംഗ് വണ്ടി, 2 വണ്ടി ഐശ്വർ തന്നെയാണ്. 2 വണ്ടി ഇമ്മോർട്ടൽസ് 2 എയ്ച്ചറാണ്. എങ്ങനെയുണ്ട് എയ്ച്ചർ? കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. പിക്കപ്പും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് ഒരാള് പറഞ്ഞു വണ്ടി ലേലന്റ് കൊടുക്കാട്ടി ലാബ് തിന്നാ കെട്ടിടന്നൊക്കെ. മൈലേജ് കൂടുതലാ? ഇല്ല, മൈലേജ് ചെറിയ വ്യത്യാസങ്ങൾ വരും. ചേഞ്ച് ഒക്കെ വേണ്ടല്ലേ? ശരിക്കും 1.5 കൊല്ലം 1 കൊല്ലം കൂടുമ്പോ ഒരു വണ്ടി മാറ്റും. അപ്പൊ ചേഞ്ച് ഒരുപാട് കാലം ഇട്ടേക്കാറില്ല, ഓടി തീരാപ്പോഴേ പോവാ. പിന്നെ ഇപ്പൊ ഈ കൊറോണ ആയത് കാരണല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഇന്റീരിയറിൽ ചെയ്തിട്ടുള്ളത്? ഇന്റീരിയറിൽ ചെയ്തിട്ടുള്ളത് സൈലാംസിന്റെ സെറ്റ് തന്നെ ചെയ്തേക്കുന്നത്. സൈലാംസിന്റെ സെറ്റ് 4 സ്റ്റീരിയോ ആകുമ്പോൾ ഒരു മോണോ ബ്ലോക്ക്. മോണോ ആകുമ്പോൾ സെന്ററിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തല്ലേ? 4 സ്റ്റീരിയോ. അത് പയനിയർ മൊത്തം പയനിയർ. ഓക്കെ, പിന്നെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ സൈലാംസിന്റെ കൺട്രോൾ യൂണിറ്റ്, ഇത് ബ്ലൂറേ പ്ലെയർ, ഇത് ക്രോസ്ലിംഗിന്റെ ഒരു സ്റ്റീരിയോ. അത് ടച്ച് ആണോ? അത് ക്യാബിനിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ആ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ രണ്ടിലും സെറ്റ് അതും ബ്ലൂടൂത്ത് സപ്പോർട്ടാ. സലാംസിന്റെ സെറ്റും ബ്ലൂടൂത്ത് സപ്പോർട്ടാ. അപ്പൊ നമ്മള് ക്യാബിനിൽ എത്ര സ്പീക്കറാ ചെയ്തിട്ടില്ല? ക്യാബിനിൽ 2 സ്പീക്കർ മൊത്തം 2 സ്പീക്കർ. ഇത് സെറ്റ് ചെയ്താലും മനോഹരമായിട്ടാണല്ലോ. അത് ഉണ്ടല്ലേ സലാംസിന്റെ വർക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത്. സാധാരണ 2 സൈഡിലായിട്ട് കാണാറല്ലേ? ദൈവം ഉള്ളിൽ നല്ല ഔട്ട് നല്ല ദൈവത്തിനൊക്കെ ഇതിന്റെ ഉള്ളിലെ ഒളിപ്പിച്ച് വെച്ചിരിക്കാനുള്ള.
സോ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ക്യാബിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കയറിയപ്പോ തന്നെ നോട്ടീസ് ചെയ്ത് ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ട്. അത് ഏഷ്യറിന്റെ വണ്ടി ആയതുകൊണ്ടാണ്. ക്യാബിന് നല്ല സ്പേസ് വരും. ഇപ്പൊ കാണുന്ന വണ്ടികൾക്കും ശരിക്കും ഇത്ര ഒരു സ്പേസ് ഉണ്ടാവില്ല അല്ലേ? നമുക്ക് കാല് വെക്കാം. ഇത് നമുക്ക് ഒരാൾ കിടന്നുറങ്ങിയാലും നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ക്യാബിൻ ആണെങ്കിലും ഭയങ്കരമായിട്ട്, അതായത് ഡാഷ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ട്. ഐഷറിന്റെ ഈ അനലോഗ് ഒക്കെ വരുന്നതുകൊണ്ട് അതിന് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപരിചയമുള്ള ലൈലന്റെ ക്യാബിനാണ്. അപ്പൊ അതിന് വ്യത്യാസമായിട്ട് ഐഷർ വരുന്നേ ഉള്ളൂ. ഇപ്പൊ വോൾവോന്റെ ക്യാബിനും ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ സീറ്റും ഭയങ്കര പ്രത്യേകത ആണെന്ന് പറഞ്ഞു. ഹൈഡ്രോളിക് സാധനമാണ്. പിന്നെ വേറെ സംഭവം വെച്ചാൽ ഈ സലാംസിന്റെ ഇത് വന്നത് കസ്റ്റമൈസ്ഡ് ആണ്. ഈ കൺട്രോൾ യൂണിറ്റ് വരുന്നത് കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ ചെയ്യുന്ന, പുള്ളി നമ്മൾ പഴയ നേരത്തെ വണ്ടിയിലൊക്കെ ചെയ്യുന്നത് നമുക്ക് അതാ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പുള്ളിയെടുത്ത് പറഞ്ഞിട്ട് പുള്ളിയായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന സാധനമാണ്. മറ്റേ വണ്ടിയിലൊക്കെ പ്രൊസസറൊക്കെ ഇരിപ്പുണ്ട്. അത് നമ്മൾ ഇതിന് അങ്ങനത്തെ പ്രൊസസറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഈ സലാംസ് തന്നെ ചെയ്തിട്ടുള്ള സലാംസിന്റെ തന്നെ കസ്റ്റമൈസ് കൺട്രോൾ യൂണിറ്റ് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാബിലെ വിശേഷങ്ങൾ കേട്ടോ. ക്യാബ് നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. എനിക്ക് പിന്നെ ഈ ഒരു യെല്ലോയും ബ്ലാക്കും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫാൻസ് തന്നല്ലോ പറഞ്ഞു. കണ്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഫാൻസ് പിള്ളേർ ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ ഈ പുള്ളിക്കാ? പുള്ളിയാണ് ഇതിന്റെ ആള്. ഇനി നമുക്ക് എന്തായാലും വണ്ടീന്റെ ഇന്റീരിയർ പോയിട്ട് അല്ല കിടുക്കാച്ചി പാട്ടൊക്കെ ഇട്ട് കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ പോലെ. സോ ഇതാണ് നമ്മുടെ മൂൺലൈറ്റ് റേഞ്ചറിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു പുറത്തുനിന്നുള്ള ലുക്കിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു റെഡ് ഡിസൈനിലാണ് ഇന്റീരിയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് റൂട്ട് ആ ഡിസൈൻ എന്ന് പറയുന്നത്? നീറ്റാണ്, പക്ഷെ അടിപൊളിയാണ്, വേറെ ലെവലാണ്. ഇനിയിപ്പോൾ സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. DD-ന്റെ സബ്ബാണല്ലോ അല്ലേ? DD-യുടെ നമ്മൾ ആ മോണോ ബ്ലോക്ക് ഒരു ആമ്പ് കണ്ടില്ലേ, ആ സെന്റർ കൊടുത്ത ആ പൈനിയറിന്റെ മോണോ ബ്ലോക്കിന്റെ ആമ്പിനകത്ത് കണക്ട് ചെയ്തേക്കുന്നത് DD-യുടെ 612 സീരീസാ ഈ റേഞ്ചറിൽ വരുന്നത്. 612 ഡുവൽ സബ് വെച്ചേക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് ബാർ ലൈറ്റ് ആണ് അല്ലേ? ഇത് ബാർ ലൈറ്റ്, ഇത് സ്മോക്കറിന് ഇവിടെ കാണുമ്പോൾ എഫക്റ്റ് ആവുന്ന സാധനം. എത്ര സ്പീക്കറാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്? സ്പീക്കർ നമുക്ക് ഈ പൈനിയറിന്റെ ഈ സീരീസ് വരുമ്പോഴത്തേക്ക് 6 എണ്ണം ഉണ്ട്. 6 എണ്ണം പൈനിയറിന്റെ ബർത്തിൽ മാത്രം. പിന്നെ അടിയിലായിട്ട് നമ്മൾ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സും 6 എണ്ണം സീറ്റിന് അടിയിൽ സ്പീക്കേഴ്സ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം 12 സ്പീക്കർ. 12 സ്പീക്കർ, ഈ ഒരു ആംപ്, ഈ ഒരു സബ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒരു ഫോർഹെഡ് ലേസറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാർ ലൈറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതാ ക്രോം ലൈറ്റ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ക്രോം ലൈറ്റ് ഉണ്ട്. 1 2 ഒന്നുമല്ല, അല്ലടാ, നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബർത്തിൻ്റെ താഴെയായിട്ട് ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈനിലൊരു നീൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൊബൈൽ ചാർജിങ് സ്ലോട്ടാണ് കേട്ടോ. ഇത് ഓരോ സീറ്റിനും സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലടാ കുട്ടാ. പിന്നെ ഫാനും ഉണ്ട് കേട്ടോ. വണ്ടി AC ഓപ്ഷൻ വണ്ടിയാണ്, എന്നിട്ട് പോലും ഫുൾ AC ആണ്. പക്ഷെ നമ്മളിരിക്കുന്ന AC വണ്ടികളെല്ലാം പുഷ് ബാക്കാണ്. ടാക്സ് അടയ്ക്കുന്ന വണ്ടികളാണ്, AC പുഷ് ബാക്ക് വണ്ടികളാണ് ഇത് എടുത്തിട്ടുള്ള ഫുള്ള്. ഓക്കെ, അപ്പോൾ അതിന് പുറമെ ഫാനും കൂടെ ഉണ്ട്. സോ ഫ്രണ്ടിൽ 55 ഇഞ്ചിന്റെ വലിയ TV യിലേക്കാ സ്ലൈഡിങ് TV ആണല്ലേ? അതിന്റെ പുറമെ ആ സെക്കൻഡ് TV ആയിട്ട് ഇവിടെ ഇത് 32 ഇഞ്ചാ, 32 സെക്കൻഡ് TV ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമില്ല, നമ്മൾ ഇതാ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ലേസർ, 2 ലേസർ. ഇത് 2 സെപ്പറേറ്റ് ലേസർ അല്ലേക്കാ? ഓക്കെ, അപ്പൊ 2 സെപ്പറേറ്റ് അല്ലേ? പിന്നെ അതാ ഇവിടെ ഒക്കെ ഒരു വേറെ ലൈറ്റിങ്. ഇത് എന്തൊക്കെ പറയാം? സ്ട്രിപ്പ് ലൈറ്റ് അല്ലേ? ഓക്കെ, സ്ട്രിപ്പ് ലൈറ്റ് അതേമാതിരി താഴെ ഉണ്ട് അല്ലേ? താഴെ എവിടെയും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റ്. നല്ല വണ്ടിയുടെ ആ ഒരു കളറിനോട് ചേർന്ന്. യെസ്, ഞാനൊരു സംഭവം കണ്ടു. ഇതെന്താണ് സംഭവം? എന്ന് പറയുമ്പോൾ ഇതാണ് മൂൺലൈറ്റിന്റെ മെയിൻ ക്രൂ. മൂൺലൈറ്റിന്റെ ഏതുവിധ പ്രോഗ്രാംസ് കണ്ടാൽ മൂൺലൈറ്റുകാർ അറേഞ്ച് ചെയ്യുന്ന എന്ത് പ്രോഗ്രാംസും, അത് ഫാൻസിന്റെ കൊണ്ടുള്ള എന്തെങ്കിലും പരിപാടിയാണെങ്കിലും അല്ലാതെ ബാക്കിയുള്ള സഹായിക്കുക അങ്ങനത്തുള്ള കുറേ എന്ത് പരിപാടി എന്ന് പറഞ്ഞാലും മൂൺലൈറ്റ് ട്രാവൽസ് ഈ ട്രാവൽസിൽ നിന്ന് ഉള്ള ഒരു ഗ്രൂപ്പാണ് മാഡ്നസ്. അതെല്ലാ വണ്ടിയുടെ നിങ്ങൾ ആ മേളിൽ നോക്കിയാൽ മതി, ആ സൈഡ് പോസ്റ്റ് നമ്മൾ ആ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. മൂൺലൈറ്റ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ മൂൺലൈറ്റ് മാഡ്നസ് അങ്ങനെ ഫാൻസ് ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത്. ശരിക്കും ഈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്നത് ഒന്നും അല്ലല്ലോ. മൂൺലൈറ്റിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം പുറകോട്ടൊന്നുമല്ല, നമ്മള് പിന്നിലോട്ട് ചിന്തി നടക്കണം. 2 കൊല്ലം പുറകോട്ട് നടക്കണം. ഒരുപാട് വൈറൽ ക്ലിപ്സ് ഞങ്ങളും കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞ മൂൺലൈറ്റും അതേ കണക്ക് ആ ഒരു ടൈമിൽ അത്രയ്ക്ക് ഇതായിട്ട്. ശരിക്കും നമ്മളിപ്പോ ഈ കണ്ട ഇതൊന്നും അല്ലായിരുന്നു മുന്നത്തെ ഇന്റീരിയർ അല്ലേ? അതിപ്പം വീഡിയോ കാണുന്നവര് പറയാം ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ പണ്ടിങ്ങനെ അല്ലല്ലോ മൂൺലൈറ്റ് എന്നുള്ളത്. പണ്ടിങ്ങനെ അല്ലായിരുന്നു.
കണ്ട് കാണിക്കാവുന്ന മാക്സിമം നമ്മള് അത്രയും ബഡ്ജറ്റ് വണ്ടി അതേ കണക്ക് ചെയ്ത് ലേസർ സംഭവങ്ങളൊക്കെ എവിടുന്നൊക്കെ അടിക്കണെന്ന് പോലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. വണ്ണസ് മോണിലൈറ്റ് മെയിൻ കോമ്പറ്റീഷൻ, അതൊരു സുവർണ്ണ കാലഘട്ടം. അതെ കോളേജിൽ നിന്നുകൊണ്ട് ആ വണ്ടി കൊണ്ട് ചേട്ടാ ഈ വണ്ടിയുടെ അപ്പൊ നമ്മളെ ഈ വണ്ടി ഇറക്കണം ഇങ്ങനെ പറഞ്ഞ പിള്ളേർ ഡിമാൻഡ് അതേ ഉള്ളൂ. നമ്മളെ ഇരട്ടച്ചങ്കനൊക്കെ കളിച്ച കളിന്ന് വേറൊരു വണ്ടിയും കളിച്ചിട്ടില്ല. ഇരട്ടച്ചങ്കനൊക്കെ ഒറ്റയ്ക്ക് കിടന്നാണ് ആ ഒരു ടൈമിൽ നമുക്ക് വണ്ടികളില്ലാത്തപ്പോ ആ ഒരു ഒറ്റ വണ്ടി വെച്ച് ടൈമില് നമ്മൾ വി മാക്സിമം ആ വണ്ടി ഇട്ട് ഔട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എവിടെ നോക്കിയാലും ലൈറ്റുകളും കാര്യങ്ങളും വെച്ചിട്ട് നല്ല ഭയങ്കര വർക്കായിരുന്നു. അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നല്ലേ ഫുള്ള് എന്ന് വെച്ചാൽ പിക്സൽ വർക്കിന്റെ അങ്ങേയറ്റത്തെ വർക്ക് വൈപ്പറിൽ വരെ പിക്സൽ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വൈപ്പറിൽ വരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പറിലുണ്ടായിരുന്നു, സൈഡ് ഗ്ലാസ്സിലുണ്ടായിരുന്നു, പേരില് സൈഡില് എല്ലാ ഐറ്റം ഫുള്ള്. ഇവിടേക്ക് ലൈസർ കൊടുത്തല്ലേ ആദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബർത്തിൽ നിന്നായാലും ഈ ചാനലിൽ നിന്നായാലും എല്ലായിടത്തും അകത്തോട്ട് അടിക്കുന്ന പോരായിട്ട് റോഡ് ഷോയ്ക്ക് വേണ്ടി പുറത്തോട്ട് അന്ന് വണ്ടി സെറ്റ് പണിഞ്ഞിട്ട് നോക്കുമ്പോൾ മുതലാളി സൈത അവിടെ വണ്ടിക്കകത്താ നമുക്ക് ആ കൺസെപ്റ്റ് ചെയ്താ ഈ കൺസെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ഇപ്പോഴത്തെ കാര്യത്തിൽ വണ്ടി കൊണ്ടിടുന്നു 2 സബ് വെക്ക്. സബ് വെച്ചാല് സബ് പോലും വെക്കാതെ ഓടി ഓട്ടങ്ങളുണ്ട്. ഒരു വലിയൊരു വലിയ ടി വെച്ച് പോട്ടെ. പിള്ളേർക്ക് അത് മനസ്സിലായി തുടങ്ങിയോണ്ട് പിന്നെ പിള്ളേർ വലിയ നിർബന്ധമില്ല, അങ്ങനെ പോകുന്നതേ ഉള്ളൂ. മതി ഇപ്പൊ ഞൊക്കെ കൂടി പറഞ്ഞിരിക്കണ്ട. നമ്മുടെ പ്രേക്ഷകർ വണ്ടിയുടെ സെറ്റിംഗ്സ് ഓൺ ആക്കാൻ വേണ്ടി കാത്തിരിക്കാം അല്ലേ? നമുക്ക് എന്തായാലും മൊത്തത്തിൽ വണ്ടിയുടെ സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് കണ്ടിട്ട് വരാം അല്ലേടാ കൂട്ടാ? ഒളിക്കാം. മച്ചന്മാരെ എങ്ങനെയുണ്ട്? മൂൺലൈറ്റ് റേഞ്ചർ വേറെ ലെവലിട്ടാ കണ്ട. നമ്മുടെ ഈ ഒരു ബാർ ലൈറ്റ് ഇത് അടിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ഫ്രണ്ട് വരെ എത്തുന്നുണ്ട് ഈ ഒരു ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫോർഹെഡ് ലേസർ എല്ലാം കൂടെ ഒരു എന്താ പറയുക വേറൊരു ലെവൽ ഫീലാട്ടോ. ഇവിടെ സ്പൈഡർ വേറെ ലെവൽ സാധനം. അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ മൂൺലൈറ്റ് റേഞ്ചറിൻ്റെ നല്ല കിടുക്കാച്ചി ഇൻറ്റീരിയർ സെറ്റിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതാ ഫൈസലൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയേട്ടൻ വണ്ടിയുടെ സാരഥിയൊക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. നമുക്ക് പുള്ളിയോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലേടാ? ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അപ്പോൾ ഉണ്ണിയേട്ടാ നമ്മൾ എത്ര കൊല്ലമായി ഇപ്പോൾ മൂൺലൈറ്റിൻ്റെ ഒപ്പം? മൂൺലൈറ്റ് ടൂറിസ്റ്റ് ബസ് തുടങ്ങിയ അത് 2014 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അത് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്തോ. അതായത് ഏകദേശം തുടക്കം മുതലേക്ക് ഉണ്ട് ഞാൻ. ഇവർ കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മലയാളിയെ കുറിച്ച് പറഞ്ഞാൽ വളരെ നല്ല ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് മലയാളിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മളെ പാക്കേജർമാരും പിന്നെ ഫൈസൽ, അഫ്സൽ, അനുരാഗ് അങ്ങനെ 3 പാക്കേജർമാർ അവര് ഫുൾ സപ്പോർട്ട്. അവര് തന്നെയാണ് ഞങ്ങളെ നെടുന്തൂണ്. ശരിക്കും ടീം വർക്കാണ്. അപ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ 2014 ഫസ്റ്റ് വണ്ടി വൈറ്റ് പേൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വൈറ്റ് പേൾ 2013 ടൈമിലാണ് വൈറ്റ് പേൾ ഫസ്റ്റ്. അത് ജസ്റ്റ് ലോക്കൽ ഓട്ടങ്ങൾ ചെറിയ ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 15 മാസങ്ങളൊക്കെ വണ്ടി 2014-15 വണ്ടി ഉണ്ടെങ്കിലും ഇച്ചിരി അപ്ഡേഷൻ കൊണ്ട് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ 2015 ക്രൂസറിനകത്ത് അപ്ഡേഷൻ Z2 ക്രൂസേഴ്സ്. നമുക്കെന്ന് വെച്ചാൽ മൂൺലൈറ്റ് എന്നുള്ളൊരു പ്രസ്ഥാനത്തെ പുറത്തോട്ട് കൊണ്ടുവന്നത് ആ വണ്ടിയിലൂടെ. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് എല്ലാം വെച്ചാൽ അമ്മാതിരി സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതം നമ്മൾ ആ രീതി ചെയ്തെടുത്ത് അത്രയും ക്ലിക്കും ആയി ആ വണ്ടി 2015 ടൈം. പിന്നെ തുടരെയുള്ള ഓരോ 2016 നമ്മളൊരു BV ഇറങ്ങിയില്ല, BV മാക്സിമ ദിൽവാലെ. നമ്മൾ ആർട്ട് വർക്ക്
സിനിഷേനെ കൊണ്ട് വരപ്പിച്ച ഫസ്റ്റ് വണ്ടി. അവന്റെ എൻട്രി ഒരു മാരക അത് ഭയങ്കരമായി ആ ഒരു തീമും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെടുത്തത്. അത് ഉണ്ണിയണ്ണം തന്നെ ആയിരുന്നു. ലാസ്റ്റ് ദിവസം ഞങ്ങൾ ഒരു 4 ദിവസം അവിടെ സ്റ്റേ ചെയ്താണ്. ആ ഗ്രാഫിക്സ് ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തോണ്ട് ശരിക്കും ആദ്യത്തെ വണ്ടിയല്ലേ? അല്ല ഗ്രാഫിക്സ് അതിന് മുമ്പേ ഇറങ്ങിയായിരുന്നു. ക്രൂസർ എന്ന് പറഞ്ഞ് ആ വണ്ടിയിലാണ് ആദ്യം ഗ്രാഫിക്സ് തുടങ്ങിയത്. പക്ഷെ അതിന് ഇത്ര ക്വാളിറ്റി ആയിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ഒരു സിനിമാ സ്റ്റാറിനെ വെച്ച് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇറക്കുന്ന ആദ്യത്തെ വണ്ടി ദിൽവാലയാണ്. ദിൽവാല. അതിനുശേഷം ഏത് വണ്ടിയായാലും കേരളത്തിൽ വേറെ അതിനു മുമ്പേ ഒരു ഒറ്റ വണ്ടി ഇല്ലായിരുന്നു സിനിമാ സ്റ്റാറുകളെ വെച്ച് ഒരു ഗ്രാഫിക്സ് ചെയ്ത് ഇറക്കിയ വണ്ടികൾ. നമ്മൾ ആ ദിൽവാല വണ്ടി ഇറങ്ങിയ ശേഷം ഇത് കണ്ടാണ് ബാക്കി എല്ലാവരും ഫിലിം ബേസ്ഡായി. അതിന് മുമ്പെല്ലാം ട്രാൻസ്ഫോമേഴ്സ് അങ്ങനത്തുള്ള ഫിഗേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരു സ്റ്റാറിനെ വെച്ച് ഷാറൂഖ് ഖാൻ, കാജോൾ, ആ ഒരു ജോഡി, ആ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു എഡിഷനിലാണ് നമ്മൾ ആ വണ്ടി ഇറക്കിയത്. ദിൽവാലെ റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞ് ഇറക്കി ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് അതിനെ ദിൽവാലെ എന്നുള്ള പേരാക്കിയതാണ്. അതായത് സെറ്റിങ്സും ബാക്കിലുള്ള നമ്മളെ ഓണർ തന്നെയാണ്. എല്ലാത്തിനും എല്ലാം ചുക്കാണ് ഇതിന്റെ എല്ലാം മെയിൻ. എല്ലാത്തിന്റെ അവസാനം ഒരു കോർഡിനേഷൻ. മലയാളിയാ പറഞ്ഞത് നമുക്ക് ഫിലിം സ്റ്റാറിനെ വെച്ചൊരു ഗ്രാഫിക്സ് വരച്ചാലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഓണർക്കാണ്. എന്നുവെച്ചാൽ പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രൂ ഇപ്പൊ ഞങ്ങളിപ്പോ ഓൺലൈനിൽ ഇങ്ങനെ പറയും നമ്മുടെ അടുത്ത എഡിഷൻ ഇറക്കുക, നിങ്ങളുടെ സജഷൻ എന്താണ്, എങ്ങനെ നമുക്ക് ചെയ്യേണ്ടത്, ഇതാ നമ്മൾ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യുക, എല്ലാവരും പറയും. അപ്പൊ അതിനകത്ത് സോർട്ട് ചെയ്യും. അപ്പൊ പുള്ളിയുടെ മനസ്സിലൊരു ഇത് കാണും. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ലിങ്ക് ആവുന്നത് വെച്ചായിരിക്കും ഈ എഡിഷൻ ഫുള്ള് ഈ ഇറങ്ങിയത്. ഈ ഡിസൈൻസ് ചെയ്താലും എല്ലാം ഫുള്ള് ഇറങ്ങുന്ന പുള്ളിയുടെ ആ ഒരു മനസ്സിലെ കൺസെപ്റ്റ് വെച്ചാൽ അതെല്ലാം ക്ലിക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല റീച്ചും ആവുന്നുണ്ട്. അല്ല നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഫസ്റ്റ് സെഡോൺ 2016 ബാറ്റ്മാൻ എഡിഷൻ നമ്മളത് സെക്കൻഡ് മേടിക്കുക ചെയ്തത്. നമ്മള് ആശീർവാദ് ചെയ്ത വണ്ടി അല്ലത്. അത് നമ്മള് പിന്നെ പന്തളത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അത് ആശീർവാദിൽ വാങ്ങിച്ചത്. നമ്മുടെ ഫസ്റ്റ് സെഡോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ടർ ബ്ലാസ്റ്റ് ഇസഡ് എന്ന് പറഞ്ഞ നമ്മൾ 2017 അത് നമ്മള് അനന്തോ ഹോളിഡേസിന് കൊടുത്ത് റൊമാൻറ്റിക് മോൺസ്റ്ററിന്റെ ഒക്കെ ഇറങ്ങിയ വണ്ടി ആ ഒരു ടൈം എന്ന സെഡോൺ വണ്ടി. അത് അധികം ഓടിയില്ല. നമ്മുടെ കിടന്ന് കുറച്ചൊരു 3-4 ട്രിപ്പ് ഓടിയിട്ടേ ഉള്ളൂ. കൂടുതൽ റൊമാൻറ്റിക് മോൺസ്റ്റർ ആണ്. ഇരട്ടച്ചങ്കൻ ആ ഒരു ടൈം ഒരു ബ്രേക്ക് എന്ന് പറയാം. ആ ഒരു ടൈമിൽ നമുക്ക് വണ്ടികൾ പിന്നെ എടുത്തില്ല. അത് ഹൈദരാബാദ്, ഗോവ, ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആരാധന. അവിടുത്തെ ആൾക്കാർ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓടി വരും. അതുപോലെ കേരളത്തിൽ മാത്രല്ല അങ്ങ് പുറത്ത് ഹൈദരാബാദ്, ഗോവ, ബാംഗ്ലൂർ ഈ 3 സ്ഥലത്ത് ഈ വണ്ടി ഭയങ്കര ഫേമസ് ആയിരുന്നു. അന്ന് വണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാം ബാംഗ്ലൂർ ലാൽബാഗിലായാലും ഗോവയിൽ പിന്നെ ബീച്ചിലായാലും അവിടെ എല്ലാം ഇതിൻ്റെ അടുത്ത്. അത് പ്രത്യേകിച്ച് ഷാരൂഖ് ഖാൻ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ. ആ ദിൽവാലയുടെ സെയിം പതിപ്പ് ഒരു വണ്ടി തമിഴ്നാട് അജയ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ വണ്ടി. ആ സെയിം പതിപ്പ് തന്നെ കണ്ടിട്ടേ സെയിം അതേ ഡിസൈൻ ആ പാട്ടി വെച്ച് അജയ് എന്ന് പറഞ്ഞ വണ്ടി. പിന്നെ 2018 കിടക്കാം. 2018 നമ്മളെ ലൂസ് നട്ട്സ് നമ്മളെ നിർമാല ഹോളിഡേസിന്റെ അടുത്തില്ല ഞങ്ങളെ നാട്ടിൽ കേട്ട വണ്ടി വന്നിട്ടുള്ളത് അതിന്റെ ഡബിൾ ബാരൽസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് എന്താ വെച്ചാൽ ദിൽവാലെ ധൂം ആ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന ഒരു സീസണിൽ 2 വണ്ടി വെച്ചാൽ പിന്നെ എടുക്കുന്നത്. മറ്റേത് ഓരോ വണ്ടി ഒരു സീസണിൽ 3 മാസം 4 മാസം കൂടുമ്പോൾ ഓരോ വണ്ടി അങ്ങനെ എടുത്തോണ്ടിരുന്നിട്ട് നമ്മൾ പെയറായിട്ട് ഈ 2 വണ്ടി വെച്ചെടുത്ത്. അപ്പോൾ ആ ഒരു ക്രൂവിനിട്ട പേരാണ് നമ്മൾ ഡബിൾ ബാരൽസ് എന്നുള്ള പേര്. ആ ഒരു പേരിൽ ലൂസ് നട്ട്സും ഹണ്ടർ ഇപ്പം നിലവിൽ ഫിഗർ വരച്ച വണ്ടിയും മറ്റേത് നിർമാല്യത്തിന് കച്ചവടമായ വണ്ടി. പിന്നെ മോജോ ബോയ് ഒക്കെ എപ്പെടുത്താണ്. മോജോ ബോയ് ആണ് ഈ ഒരു എഡിഷനിൽ വരുന്ന വണ്ടിയാണ് മോജോ ബോയ്. അപ്പൊ അതിനൊക്കെ ഓരോ ചെല്ലപ്പേര് വീണതാണ് മോജോ ബോയ്, ലൂസ് നട്ട്സ് എന്നും ഉള്ള പേര്. നമ്മൾ മെയിനായിട്ട് ഇറക്കിയത് ഹണ്ടർ, ഫൈറ്റർ അങ്ങനെ ഒരു പേരെ ഇറക്കിയത്. പിന്നെ ഒരു വട്ടപ്പേര് എന്നുള്ള രീതിയിൽ മോജോ ബോയ്, വൈൽഡ് ബോയ് എന്നുള്ള രീതിയിൽ റേഞ്ചർ നെയ്യേക്കുന്ന പോലെ തന്നെ ഹണ്ടറിന് മോജോ ബോയ്, ഫൈറ്ററിന് ലൂസ് നട്ട്സ്, അങ്ങനെ ഓരോ പേര്. മെയിൻ പേരിന് പുറമെ ഓരോ ചെല്ലപ്പേര് വേറെ ഉണ്ടാവും. ഈ ചെല്ലപ്പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഹണ്ടറിന് മോജോ ബോയ് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാല്. ഇതിന്റെ റേഞ്ചറിന് പറഞ്ഞാൽ ഇസഡ് വാമ്പയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തത്തില്ലായിരിക്കും. റേഞ്ചർ എന്നുള്ള പേരാണ് കയറിപ്പോയത്, ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ മുള്ളേരി കുടുംബത്തേക്ക് അവസാനം വന്ന വണ്ടിയല്ലേ നമ്മളെ ഇമ്മോർട്ടൽസ് 2 അവരുടെ ഒരു വരവ് എങ്ങനെയായിരുന്നു? അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ തുടരെ വണ്ടി എടുത്തുകൊണ്ടിരുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു ബ്രേക്കിൽ ഞാൻ പറഞ്ഞില്ലേ മോൺസ്റ്റർ മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ ഇരുന്ന സമയത്ത് 2 സെഡോൺ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏഷ്യറിൽ നേരെ പിന്നെ തിരിയുന്നത് നേരെ ഏഷ്യറിലോട്ട് 2 വണ്ടി, ഏഷ്യറിലേക്ക് 2 വണ്ടി അങ്ങനെ. അതാണ് ഈ റേഞ്ചറും വൈൽഡ് ബോയും. അപ്പോൾ അതിൽ തന്നെ ഒരു കണ്ടില്ലേ 3D
ഡിസൈൻ കൺസെപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം റെഡും ചെയ്തിറക്കിയതാ. പിന്നെ ഈ മുതലാളിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഈ മേഖലയ്ക്ക് വേണ്ടത് തന്നെയാണല്ലോ. സപ്പോർട്ട് നല്ല വേണ്ട. അത് മുതലാളി എന്നുള്ളൊരു രീതി ഞങ്ങൾ കണ്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞപ്പോ നിങ്ങള് ഇപ്പം ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കോളേജ് വരും, മുതലാളി കൂടെ വരും ഞങ്ങളോട്. കോളേജ് വന്നിട്ട് ആ ട്രിപ്പ് പിള്ളേരും എല്ലാം അങ്ങോട്ട് കമ്പനി അടിച്ചതിന് ശേഷം കുറച്ച് ഭാഗം വരെ മലയാളി കൂടെ ഫോളോ ചെയ്യും ഞങ്ങൾ. അതിനുശേഷം പിരിഞ്ഞു പോകത്തുള്ളൂ. അത് ശരി. വണ്ടി തന്നെ പോരും? അല്ല, മലയാളി പറക്ക വണ്ടി വരുമായിരുന്നു. അത് ശരി. പുള്ളി സ്വന്തം വണ്ടി എടുത്ത് പിന്നാലെ വരും. എന്നുവെച്ചാൽ അത്രയ്ക്കൊരു ഇതുണ്ട് വണ്ടികളെ. മലയാള വണ്ടി എവിടെയും ടൂറിസ്റ്റ് ബസ് എന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ മലയാളി പഠിക്കുന്ന കാലത്ത്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലത്ത് ടൂറ് പോയി ഇതിനകത്ത് ഒരു കമ്പം തോന്നിയതാ. ടൂറിസ്റ്റ് ബസ്സിനോട് ഒരു കമ്പം തോന്നിയതാ. അതാണ് ഈ ടൂറിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങാൻ കാരണം. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. പിന്നെ നമ്മളെ റേഞ്ചറിന്റെ കോളേജിൽ എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് പഴയ ഒരു സ്വഭാവമല്ല ഇപ്പോഴത്തെ സംഭവം ഒരുപാട് ഒതുങ്ങി. പണ്ടത്തെ എൻട്രി എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ വെഹിക്കിളിനെ പേടിച്ചാ കോളേജിലേക്ക് വണ്ടി എൻട്രി ചെയ്യുന്നത് വെച്ചാൽ ആ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്യൂസ് ആയി. എന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള അപകടങ്ങളുണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഒതുങ്ങി. നമുക്കും എങ്ങും പോകാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന ലൈറ്റുകളായാലും എന്തായാലും ഇതൊന്നും ഇല്ലാതെ പോലും കോളേജിൽ ട്രിപ്പിന് പോയിട്ടുണ്ട്. അത് പിള്ളേരൊക്കെ ചേട്ടാ അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ അതെല്ലാം ഊരി വെച്ചിട്ട് പോലും ട്രിപ്പിന് പോയിട്ടുണ്ട്. ജസ്റ്റ് ഈ ലൈറ്റുകൾ, ഈ ഫ്ലിക്കർ ലൈറ്റ് മാത്രം വെച്ചും ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പം ഇല്ലാതെ ചോദിച്ചു വരുന്നുണ്ടല്ലോ ഒരുപാട് പേര്. പിള്ളേർ പിന്നെ അത് കഴിഞ്ഞുള്ള മാറിയൊരു ഇതെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ലൈറ്റ് വെക്കാവോ വരാമോ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് പറഞ്ഞു തീർച്ചയായിട്ടും തുറന്ന് തന്നെ പിള്ളേർക്ക് പറഞ്ഞു നമുക്കങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ ഒരുപാട് വരാറില്ല. മിക്കത് നമ്മുടെ ഈ പേരിന്റെ പേരിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന പിള്ളേരുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന് അത് അറിയാവുന്ന മുകളിലേക്ക് വെച്ചാൽ അവരെ സീനിയേഴ്സ് പോയതാ അന്ന് കോളേജ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു പാക്കേജിലൂടെ ആ ഒരു കംഫർട്ട് കിട്ടുമ്പോഴത്തേക്ക് അവർ ഓക്കെയാണ്. ശരിക്കും ആ പാക്കേജിനെ കുറിച്ച് എടുത്ത് പറയണം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പാക്കേജാണ്. തീർച്ചയായിട്ടും നമ്മളെ ഈ ആ 3 പാക്കേജ് ഞാൻ പറഞ്ഞില്ലേ, 3 വിങ്ങായിട്ട് നമ്മുടെ പാക്കേജസ് വരുന്നത്. അപ്പോൾ അവർ ഒരു 3നും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഒഫീഷ്യലി മെയിനായിട്ട് നമ്മൾ തന്നെ പാക്കേജ് ചെയ്യുന്നു. അപ്പം അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം കംഫർട്ട് എന്ന് വെച്ചാൽ അത് പോയവർക്കറിയാം. മാക്സിമം അത് വണ്ടി അത്ര നന്നായിട്ടും കാര്യമില്ലല്ലോ. പാക്കേജ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ചീത്തപ്പേര്. ഇപ്പം ഞാൻ ഒരാളെ ഭാഗം ഒരു തെറ്റ് ഞാൻ കൊടുത്ത ഫുഡിനകത്ത് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് പ്രസ്ഥാനത്തെ ബാധിക്കുന്നത്. മൂൺലൈറ്റിൻ്റെ ട്രിപ്പ് പോയല്ലേ, മൂൺലൈറ്റിൻ്റെ ട്രിപ്പ് കൊള്ളത്തില്ലെന്ന് അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ എവിടെയും വിട്ടുവീഴ്ച ചെയ്യാതെ മാക്സിമം ക്വാളിറ്റി നല്ല രീതിയിൽ ചെയ്യും. അതിപ്പം ഇവിടെ പറയും മുതലാളി, അപ്പോൾ അത് നിൻ്റെ കയ്യിൽ നിന്ന് വന്നാലും നീ പ്രശ്നമില്ല, നീ അത് നമുക്ക് ഓവർകം ചെയ്യാമെന്നൊരു സപ്പോർട്ട് നമുക്ക് ബാക്കിൽ നല്ല രീതിയിൽ തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ബാക്കി എല്ലാവരും പോയിട്ട് വരുമ്പോഴത്തേക്ക് പൈസ കറക്റ്റ് ആയില്ലയോ, എല്ലാവരും അല്ലേ പറയുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ പറയില്ല. പൊതുവെ കാശ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വിഷമമാണ്. എന്ന് പറയാൻ മുതലാളി നമുക്ക് കറക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തു. തീർച്ചയായിട്ടും. അതിപ്പം വണ്ടിയുടെ കാര്യത്തിലായാലും അതല്ല, ഞാനല്ലേ പറയാം AC പുഷ് ബാക്ക് തന്നെ ആയിരിക്കും ഇറങ്ങുന്ന വണ്ടികൾ. നമുക്ക് AC ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പഴയ മോഡലാണ് AC ഓപ്ഷൻ വരുന്നത്. പിന്നെ എടുത്ത പുതിയ വണ്ടികളെല്ലാം പുഷ് ബാക്ക് AC മാക്സിമം കംഫോർട്ട് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. 10 രൂപ ടാക്സിനകത്ത് തന്നെ വ്യത്യാസമുണ്ട്. സാധാ വണ്ടിക്കാണെങ്കിൽ 40 രൂപ വരുന്നിടത്ത് ഇത് 50,000 രൂപ ടാക്സ്. ഈ ഒരു പുഷ് ബാക്കിന് 50,000 രൂപ ടാക്സ് അടച്ച് ഒറ്റയടിക്ക് 10,000 രൂപ. നമ്മളെ വണ്ടി മൊത്തം ഇത് തന്നെ, എല്ലാം AC പുഷ് ബാക്ക് വണ്ടികൾ. അപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് വല്ല ട്രിപ്പ് എടുത്തിട്ടുണ്ടോ? പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടൈമായിട്ട് തമിഴ്നാടൊക്കെ ഒരുപാട് ട്രെൻഡ് ആവുന്ന സമയത്ത് തമിഴ്നാട് ഇപ്പോൾ വണ്ടികൾ ഭയങ്കര ട്രെൻഡ്. കേരളത്തേക്കായി വൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് വണ്ടികൾ, ആ താജ് ഹൂഡിസ് അങ്ങനെ കുറെ ഉണ്ട്, രാജ അങ്ങനത്തെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആ ഒരു ടൈം നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ട്രെയിൻ കയറി പിള്ളേർ കൊല്ലത്ത് വന്നിട്ട് ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ട്. പിള്ളേർ നമ്മുടെ വണ്ടിക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് കൊല്ലത്ത് വന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബോർഡറിൽ ട്രിവാൻഡ്രം സൈഡിൽ കൊണ്ടിട്ട് അങ്ങനെ വന്ന് ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വന്നുപോയി കുറേ ട്രിപ്പുകൾ ഓടിയിട്ടുണ്ട്. തമിഴ്നാട് ട്രിപ്പ് തന്നെ. കേരളത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം കേരളത്തിൽ അവിടെ പോയി വേണമെങ്കിലും നമുക്ക് ഓടി ട്രിപ്പ് എടുക്കാന്നല്ലേ ഉള്ളൂ. ഈ നമുക്ക് അങ്ങോട്ട് പോയി ട്രിപ്പ് എടുക്കാനുള്ള ഇതില്ല, അതിനുള്ള പെർമിറ്റ് ഇല്ല. അപ്പോൾ പിള്ളേർ അവരുടെ ഇഷ്ടം, അവരുടെ കാശ്. അപ്പോൾ അവർക്ക് ഏത് വണ്ടിയിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ അവർ ട്രെയിൻ ആയാലും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഗ്രൂപ്പ് വരും, നമ്മൾ കൊണ്ടുപോയി ഫുള്ള് കണ്ട് തിരിച്ചു വരും. വയനാട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത ഓർമ്മ ലാസ്റ്റ് ഈ പോയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പാലക്കാട്, തൃശ്ശൂർ, ആ ഒരു ഏരിയ ഫുള്ള് അത്യാവശ്യ ഓട്ടങ്ങളൊക്കെ ഒരു സീസണിൽ ഒരു 2 ട്രിപ്പെങ്കിലും ആ ഒരു ഏരിയ നമ്മൾ ഓടും. മലബാർ ഏരിയ ഒക്കെ കളിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു 1-1.5 കൊല്ലം അപ്പുറം ഒന്നും വണ്ടി യൂസ് ചെയ്യലില്ലല്ലോ. ഇല്ല. ഒരു സീസൺ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു
അപൂർവം ചിലപ്പോഴൊക്കെ ഉള്ളു ആ കോളേജിൽ തന്നെ സെയിം വണ്ടി ഇട്ട് വീണ്ടും പോകേണ്ട ഒരു അപ്പൊ ഫ്രഷ്നെസ് എപ്പോഴും കാണാം. ഇരട്ടച്ചങ്ങനൊക്കെ സീസൺ കാണുന്നത് ഏറ്റവും കൂടുതൽ സീസൺ നമ്മളെ ഓടിയ വണ്ടി ദിൽവാലെ 3 സീസൺ ഓടി. 3 സീസൺ കറക്റ്റ് ആയിട്ട് ദിൽവാലെ ഓടി. അതെന്ന് വെച്ചാൽ ആ 2 സീസണിൽ ആ വന്ന ആ പുതുമയോടെ പിന്നത്തെ സീസണിൽ അത്യാവശ്യം പകുതി വരെ അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ ഓടിയിട്ട് എന്നിട്ട് ആ വണ്ടി കച്ചവടമായത്. ടൈമില് ഫുള്ള് വണ്ടി പണിയുന്നുണ്ട്, ലൈറ്റ് എല്ലാം വെച്ചിട്ട് അല്ലേ? ഫുള്ള് വർക്ക് ചെയ്ത് ഈ ഇരട്ടച്ചങ്കന്റെ ഒക്കെ സെയിം അതേ വർക്ക് തന്നെ ചെയ്തിട്ടാണ് വണ്ടി കച്ചവടം. എത്ര? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഒരു സീസണിൽ ഈ വേഗം 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ധൂമ. ഒരു സീസണിൽ നിൽക്കാൻ ഒഴിവുണ്ടാവില്ലല്ലേ? അങ്ങനെ ആയിരുന്നു, നമ്മൾ തള്ളൂല്ല. ആ ഒരു ടൈം അങ്ങനെ ആയിരുന്നു. ആ ടൈമിൽ എല്ലാവർക്കും ഓട്ടം ഉണ്ട്. എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് പേരുള്ള എല്ലാവർക്കും ആ ടൈമിൽ ഓട്ടം ഉണ്ട്. അന്ന് ആ ടൈമില് പേരുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ലെമൺ റേസ്, അന്നൊക്കെ അവരൊക്കെ മെയിനായിട്ട് അവിടെ കേൾക്കുന്ന വണ്ടികൾ 1S, ലെമൺ, ആ ടീമുകളൊക്കെ. അപ്പൊ ഈ റൂട്ടിൽ ഞങ്ങൾ സ്ഥിരം കാണുക. നമ്മൾ ഈ 5 വണ്ടി കിടന്ന ഈ സീസൺ കിടന്നല്ലേ ഫുൾ ഓടുന്നത്. പിന്നെ 1S ആയിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ആണല്ലോ നിങ്ങൾക്ക്? അത് പറയില്ലേ എന്തുവാ, ആദ്യം നമ്മള് കൊമ്പ് എല്ലാരുമായിട്ട് ആദ്യം കൊമ്പ് പറഞ്ഞേക്കല്ല. അതിനകത്ത് എന്തുവാ അന്നൊക്കെ ഒരു സ്പിരിറ്റ് നമുക്ക് ഭയങ്കര ഇതാണെന്നുള്ളൊരു ഇതാകുമ്പോഴത്തേക്ക് നമ്മളെന്താ സോഷ്യൽ മീഡിയ വഴി കോമ്പറ്റീഷൻ, അവിടെ ചെന്നടി ഇവിടെ ചെന്നടി, സോഷ്യൽ മീഡിയ കൂടെ ഉള്ളത് അങ്ങനെ ചെയ്ത് ലാസ്റ്റ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുമ്പോ അവർക്ക് അവരുടേതായ ക്വാളിറ്റി, നമുക്ക് നമ്മുടേതായ ക്വാളിറ്റി. സ്റ്റാഫുകളും ഞങ്ങളെല്ലാട്ട് നല്ല കമ്പനിയാണ്. നല്ല കമ്പനിയാണ്. ഒരുമിച്ച് ട്രിപ്പ് എടുക്കാറുണ്ട്. ഇഷ്ടംപോലെ ട്രിപ്പാണ് എടുത്തത്. പക്ഷെ അത് പിള്ളേർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ പിള്ളേർക്ക് എന്ന് പറയുമ്പോ അവർക്ക് അവരുടെ വണ്ടി ബാച്ചിൽ എന്ന വണ്ടി നല്ല കാണിക്കുക, അങ്ങനെ അപ്പൊ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ അടിച്ചു കൊടുക്കുക. അത് തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ്ലി നമ്മള് ആ സമയത്ത് 3 ലൈറ്റ് 1S എന്ന് പറഞ്ഞ ഒരേ ട്രെൻഡിൽ നിന്ന സമയത്ത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും ഈ 3 1S-ഉം ഒരു 3 ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നു. സീസണിലെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ ട്രിപ്പായിരുന്നു. അത് ഞങ്ങളുടെ ഫൈനൽ ട്രിപ്പാണ്. എന്റെ കോളേജിലെ ഫൈനൽ പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് നമ്മള് ഈ വണ്ടിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറയുന്നതിന്റെ പേരിലല്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ആദ്യം 1S-ഉം 3 ലൈറ്റും ഒക്കെ കോളേജിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഏതാണ്ട് അന്നത്തെ വലിയ കാര്യം. കാരണം ഞങ്ങളുടെ സീനിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, 1S-ഉം കൊണ്ടുവന്നിട്ടില്ല, 3 ലൈറ്റും കൊണ്ടു. അപ്പൊ ഞങ്ങൾ അന്ന് 2 വണ്ടി ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് സ്റ്റുഡൻസ് ആയിട്ടിരുന്നപ്പോ ഞങ്ങളുടെ കൺസെപ്റ്റ്. പിന്നീട് ആ ട്രിപ്പിൽ തുടങ്ങിയതാണ് നമ്മളൊക്കെ ഈ വണ്ടിയിൽ കയറി തുടങ്ങിയത്. അന്ന് തൊട്ടേ ആ ഒരു ക്വാളിറ്റി 2 ടീമും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളാണേലും അന്ന് അങ്ങനെ പിടിച്ചത്. ഞങ്ങളുടെ മാനേജ്മെന്റ് ആയിട്ടാണ് ട്രിപ്പൊക്കെ കറക്റ്റ് ചെയ്ത് ബസ്സിനെയൊക്കെ നോക്കിയിട്ടാണ് ബസ്സിനെ എടുക്കുന്നത്. അന്നെല്ലാം കറക്റ്റ് ചെയ്ത് ആ ഒരു സമയത്ത് 2 ഒരേ ട്രെൻഡായിരുന്നു. പിന്നീട് ഒരുമിച്ചാണ് ഇപ്പൊ അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരുമായിട്ട് നമുക്ക് സഹകരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയില് ഈ വേഴ്സീസ്, അതായത് മൂൺലൈറ്റ് വേഴ്സീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ പണ്ട് പോലെ കൂടെ ഉള്ളവർക്ക് അറിയാം എന്തോ സംഭവം എന്നുള്ളത്. എന്ന് വെച്ചാൽ അന്ന് ആ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ അടിച്ചടിച്ച് എന്നെ പേരെടുത്ത് വന്ന ഇഷ്ടംപോലെ വണ്ടികളുണ്ട് പേരെടുത്ത് വന്നത്. അപ്പോൾ അങ്ങനെ പേരെടുത്ത് വന്നവരും പിന്നെ അതേസമയം ഇത് കണക്ക് സോഷ്യൽ മീഡിയ വഴി അല്ലാതെ ഇതായി വന്നവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് സംഭവം. അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് 2 എക്സ്പീരിയൻസ് 2 വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ അടി ഉണ്ടാക്കി ഇപ്പം മിക്ക ആൾക്കാരുമായിട്ട് നമുക്കിപ്പം സഹകരണം കാര്യങ്ങൾ നല്ല ഇതായിട്ട് പോകുക. ഈ ഫീൽഡ് ഇന്നും നിലം തുടങ്ങിയ പണിയല്ല അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ആ മൂൺലൈറ്റ് റേഞ്ചറും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറക്കാൻ പോകുന്നത്, കുറച്ചൊന്ന് റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പോകും അല്ലടാ കുട്ടാ? നമുക്ക് പുറത്തേക്ക് ഇറക്കി കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ളത് എടുത്തിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, ഈ മൂൺലൈറ്റ് റേഞ്ചറിന് ഈ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തുക. സോ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ടൈഗൂൺസ് സൈനിങ് ഓഫ്.